ലൈറ്റ് വർക്ക് അത് ചുമ്മാറ്റാ. എന്താ വെച്ചാൽ ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ 16 മണിക്കൂറായിട്ടുണ്ട്. You heard it right, 60 freaking hours. പണ്ട് എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ ലൈറ്റാണോ ഈ ഫോട്ടോൻ്റെ പ്രോബ്ലം, അതോ എന്തുകൊണ്ടാണ് ഫോട്ടോ ക്ലിയർ ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് നല്ലൊരു രൂപത്തേക്ക് എത്തിക്കാത്തത് ഞാൻ കുറേ ആലോചിച്ചിട്ട് ഇരുന്ന് എഡിറ്റ് ചെയ്യാറുണ്ട്. ബട്ട് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഗുഡ് ലൈറ്റ് മേക്സ് ഗുഡ് ഫോട്ടോസ്. അപ്പോൾ നിങ്ങളെന്താ ചിന്തിക്കണേ, ഇപ്പോൾ കുറേ ലൈറ്റും കാര്യങ്ങളും ബെറ്റർ ലൈറ്റിംഗ് സെറ്റപ്പ് എല്ലാം സൺ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ കിട്ടും എന്നാണ് നിങ്ങൾ വിചാരിക്കണേ. നമുക്ക് നോക്കാമല്ലേ, കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഞാൻ കറക്റ്റ് ലൈറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ട് കറക്റ്റ് ലൈറ്റ് ആംബിയൻസിൽ വെച്ച് എടുത്തിട്ടുള്ള ഫോട്ടോസാണ്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആൻഡ് ദിസ് ഈസ് ദ ആൻസർ. ഓഫ് കോഴ്സ് ലൈറ്റ് എന്ന് പറയുന്ന സംഭവം ഫോട്ടോഗ്രാഫിക്ക് മെയിൻ ഇൻഫ്ലുവൻസ്ഡ് കറക്റ്റ് ഒരു പോർഷനാണ്. ലൈറ്റ് ഉണ്ടെന്ന് വെച്ചാൽ കറക്റ്റാണ് ശരിക്കും. ലൈറ്റ് എന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫി ലൈറ്റ് ബെറ്റർ കോംബോ ആയി. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, ഡോണ്ട് ഷൂട്ട് അണ്ടർ ഓവർ എക്സ്പോസ് ടു സൺലൈറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഉച്ച സമയത്ത് കൂടുതൽ സൂര്യപ്രകാശം നമ്മുടെ ഫേസിലേക്ക് വരുന്ന ടൈമിൽ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോട്ടോനകത്ത് തന്നെ നമുക്ക് ഫോണിനകത്ത് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരുപാട് ലൈറ്റ് ആയിരിക്കും മുഖത്തിനകത്ത്, മറ്റുള്ളവരുടെയൊക്കെ ഫുൾ ഷാഡോ, ബ്ലാക്ക് ഫുൾ വൈറ്റ് ഫുൾ ഷാഡോ. ഇപ്പോൾ ഒരുമാതിരി ഷോക സീനായിരിക്കില്ല ഫോട്ടോനകത്ത്. നമുക്ക് ഷാഡോസിന് താഴെ നിന്നിട്ട് ഫോട്ടോ എടുക്കാം. ഇല്ല വെച്ചാൽ മൈൽഡായിട്ടുള്ള സൺലൈറ്റാണ് പിന്നെയും ബെറ്റർ. ഒരുപാട് സൺലൈറ്റ് ഞാൻ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് വെറും വേസ്റ്റാണ്. എന്തിനാ ഇപ്പോൾ ചുമ്മാ കുറേ ലൈറ്റ്, ഒരു ഫോട്ടോനൊരു ലൈഫ് തന്നെ അതിന്ന് പകുതി പോയി കിട്ടും, സൺലൈറ്റ് കൊണ്ടുപോയിക്കോളും. റൂമിനകത്താണ് ഇപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വിൻഡോ ലൈറ്റാണ് പെർഫെക്റ്റ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതൊക്കെ വിൻഡോ ലൈറ്റാണ്. അപ്പോൾ വിൻഡോ ലൈറ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ലൈറ്റിംഗ് സെറ്റപ്പാണ്. വിൻഡോ ലൈറ്റ് സൺലൈറ്റ് എന്നൊക്കെ പറയുന്നത്. സോ വീട്ടിനകത്ത് ഫോട്ടോ എടുക്കുന്നതിൽ വിൻഡോ നിന്നിട്ട് ഫോട്ടോ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ ജസ്റ്റ് ചുമ്മാ വിൻഡോയുടെ സൈഡ് വന്നിട്ട് ജസ്റ്റ് ഒരു സെൽഫി എടുത്ത് നോക്കിയാൽ വീട്ടിനകത്ത് നിന്നിട്ട് എടുക്കുന്നതും ആ വിൻഡോയുടെ സൈഡ് നിന്ന് എടുക്കുന്നതും ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. സോ ദാറ്റ്സ് ടിപ്പ് നമ്പർ 1. ആൻഡ് നിങ്ങൾക്ക് അറിയാലോ സാം കോൾഡർ. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞാൽ മൂപ്പര് അടിപൊളി സിനിമാറ്റോഗ്രാഫറാണ്. വേൾഡ് വൈഡ് തന്നെ മൂപ്പര് ഭയങ്കര സംഭവമാണ്. മൂപ്പരുടെ വീഡിയോസിലാണ് സാം കോൾഡ് എന്ന് യൂട്യൂബ് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ മൂപ്പര് പോലും സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൂപ്പര് പോലും വീഡിയോ എടുക്കുന്നത് മോർണിംഗ് ഈവനിങ് ടൈംസിലാണ്. ദാറ്റ് ഈസ് സൺറൈസ് സൺസെറ്റ് ടൈംസിൽ മാത്രം മൂപ്പര് വീഡിയോസ് എടുക്കാറുള്ളൂ. ഈ ഉച്ച സമയത്തോ ആ ടൈമിലൊന്നും മൂപ്പര് വീഡിയോ എടുക്കാറില്ല. അപ്പോൾ മോർണിംഗ് ഈവനിങ് ടൈമിൽ ബെറ്റർ ടൈം എന്ന് പറയുന്നത് ഗോൾഡൻ അവറാണ്. യു ഹേർഡ് ഇറ്റ്, ഗോൾഡൻ അവർ. ഗോൾഡൻ അവർ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യ ഉദയ അസ്തമയ സമയം എന്ന് വെച്ചാൽ സൺറൈസ് സൺസെറ്റ് ആ ടൈമിനാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ആ ടൈമിൽ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോസിന് ഒരു പ്രത്യേക ഭംഗിയാണ് എൻ്റെ പൊന്നുമോനെ. ആൻഡ് ആ ടൈം എന്ന് പറയുന്നത് 6 to 7, നമ്മുടെ ഇന്ത്യയിലെ 6 to 7 ആണ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ, ആംഗിൾ മാറ്റേഴ്സ്, മീൻസ് ആംഗിൾ മാറി ഫോട്ടോ എടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ആ ടൈമിൽ വീഡിയോ ഫോട്ടോ എന്ത് എടുക്കണേലും നമുക്ക് ചുമ്മാ ആംഗിളിൻ്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് പോയിട്ട് ഫോട്ടോ എടുത്താൽ തന്നെ പെർഫെക്റ്റ് ലൈറ്റ് അതിനകത്ത് വന്ന് ലെൻസിനൊക്കെ പള്ളിപ്പൂച്ച് വേറെ ലെവൽ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം കേട്ടോ. ഒരു 6 to 7 ടൈമിൽ എടുക്കുന്ന ഫോട്ടോസും നിങ്ങൾ ഉച്ച സമയത്ത് പോയിട്ട് ഒരു ഫോട്ടോ എടുക്കുക, ഒരു 1 to 2 ആ ടൈമിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് 6 to 7 വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുക. അപ്പോൾ രണ്ടിലും ഡിഫറൻസ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ബെറ്റർ ഞാൻ ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് ഗോൾഡൻ അവറാണ്. ഈ ഗോൾഡൻ അവറിൽ തന്നെ ഇൻസൈഡ് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ അതിനെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഗോൾഡൻ അവറിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക, സണ്ണിന് ഓപ്പോസിറ്റായിട്ട് നിന്നിട്ട് ഫോട്ടോ എടുക്കുക. എന്ന് വെച്ചാൽ സണ്ണ് ഇവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ സണ്ണിന് ഓപ്പോസിറ്റായിട്ട് നിന്നിട്ടാണ് ഫോട്ടോ എടുക്കുക. എന്നാണ് നമ്മുടെ ഫേസിൽ ക്ലിയർ ആയിട്ടുള്ള ലൈറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്താണോ നമ്മൾ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സണ്ണിന് ഓപ്പോസിറ്റായി നിർത്തുക. കാരണം ലൈറ്റ് ഫ്രണ്ടേക്കോ ഫേസിലേക്ക് അടിക്കുമ്പോഴെല്ലാം ക്ലിയർ ആയിട്ടുള്ള സബ്ജക്റ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദിസ് ഈസ് ഇറ്റ്. ഇത് ഗോൾഡൻ അവറിൽ മാത്രമല്ല, നമ്മളിപ്പോൾ എവിടെ ഫോട്ടോ എടുക്കണമെങ്കിൽ ലൈറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ എടുക്കണം എന്ന് വെച്ചാൽ ലൈറ്റിന് ഓപ്പോസിറ്റ് ചെയ്ത് നിൽക്കണം. ലൈറ്റ് എവിടെയാണോ കറക്റ്റ് ഓപ്പോസിറ്റ് നിന്നാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അപ്പോൾ ഈ കാണുന്ന ഫോട്ടോസ് എല്ലാം ഞാൻ ഗോൾഡൻ അവറിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോസാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിലുള്ള ലൈറ്റ് എത്രത്തോളം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, എത്രത്തോളം നമുക്ക് ആ ഡെപ്ത് ഓഫ് ലൈറ്റ് ഇതിനകത്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന്. സോ അപ്പോൾ നിങ്ങൾക്ക് മൂവീസിനകത്തൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒരു ഷാഡോ ഫുൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. മൂവീസ് സീരിയൽസ് എന്തെടുത്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. മൂവീസിൻ്റെ സീരിയൽസിനകത്തെല്ലാം ഇവിടുന്ന് ലൈറ്റ് ഫുൾ 360 ലൈറ്റ് ആയിരിക്കും. സോ
അതിനകത്ത് ഷാഡോ ഭയങ്കര കമ്മിയായിരിക്കും. നിങ്ങളിനി നെക്സ്റ്റ് ടൈം ചെക്ക് ചെയ്യും കേട്ടോ, മൂവിയോ സീരിയലോ എന്തെടുത്താലും ടി വി ഓൺ ചെയ്താൽ പിന്നെ അതിനെ ഉണ്ടാവുമല്ലോ. അതിൽ ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ 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 ഈ മൂക്കിൻ്റെ സൈഡ് ഇവിടെ ഒന്നും ഷാഡോ ഉണ്ടാകത്തില്ല. അത് ഫുൾ അതിനെ മാച്ചുകളുണ്ടാവും. ഐ മീൻ ലൈറ്റ് യൂസ് ചെയ്തിട്ട് അതിനെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞാനും പറഞ്ഞു തരുന്നത്, നമുക്ക് ലൈറ്റ് പരിമിതമാണ്, കുറച്ചേ ഉണ്ടാവുള്ളൂ. ആൻഡ് സൺലൈറ്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് വെച്ച് ക്ലിയർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫോട്ടോൻ്റെ ലൈഫാണ്. ആ ഫോട്ടോന് എത്രത്തോളം ലൈഫ് കൊണ്ടുവരാൻ പറ്റുമോ അത് ലൈറ്റിന് പറ്റും, സുഖസുന്ദരമായിട്ട് പറ്റും. അപ്പോൾ ലൈറ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആ ഫോട്ടോ മറ്റുള്ളവർ കാണുമ്പോൾ വാ അത് കിട്ടും. അല്ല ഫോട്ടോ നന്നായിട്ട് അത് കിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്, ജസ്റ്റ് യൂട്ടിലൈസ് ലൈറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഉദ്ദേശിച്ചത്. ആൻഡ് ഫൈനലി ഐ ഹാവ് ഡൺ ഇറ്റ് കുറേ നാളത്തെ ഇതിന് ശേഷം. ആൻഡ് അടുത്ത വീഡിയോയിൽ വേറെ സംഭവമായിട്ട് ഞാൻ വരുന്നുണ്ട്. ഇതുപോലെ വേറെ സംഭവം ഫോട്ടോഗ്രാഫി അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. എല്ലാവരും ഫോട്ടോഗ്രാഫറാണ്. ഞാനെല്ലാം പൊട്ട ഫോട്ടോഗ്രാഫറാണ് സത്യമായിട്ട്. ഇപ്പോഴും പൊട്ട അങ്ങനെയല്ല, കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പണ്ടെല്ലാം ഒരു വസ്തു പറഞ്ഞോളൂ എനിക്ക് ഫോട്ടോഗ്രാഫിനെ കുറിച്ച്. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ, ജസ്റ്റ് 6-7 months ആയിട്ടുള്ളൂ ക്ലിയർ ആയിട്ട് എന്താണ് ഇതിൻ്റെ ഉള്ളൊരിത് എന്ന് അറിയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഈ ചെറിയ കാലയളവിൽ ഞാൻ കുറേ പഠിച്ചു ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ കുറേ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് പിന്നെ ഫോട്ടോഗ്രാഫിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫ്രീ ആണ്. ജസ്റ്റ് മനസ്സിലായില്ലേ, കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ടെക്സ്റ്റ് മീ ഓൺ ഇൻസ്റ്റാ. ഞാൻ ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞുതരാം. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും.